സംസ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപിഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ശ്രീരാമകൃഷ്ണ വചനാമൃതം വോള്യം 1 ഭാഗം 14 അധ്യായം 2-3 ആയിരുന്നു നമ്മൾ കഴിഞ്ഞ തവണ നോക്കിയത്. ഇന്ന് അധ്യായം 4. ഇന്നത്തെ ആ ഭാഗത്ത് ഈ അധ്യായം 4 വായിച്ചപ്പോൾ ആദ്യം ശ്രദ്ധയിൽപ്പെട്ട ഒരു വാചകം, ശ്രീരാമകൃഷ്ണദേവൻ ബ്രഹ്മസമാജം ആയിരിക്കുകയും പിന്നീട് ഭഗവാന്റെ ശ്രീരാമകൃഷ്ണദേവന്റെ ഭക്തനായി മാറുകയും ചെയ്ത മഹേന്ദ്രൻ എന്നയാള് ദക്ഷിണേശ്വരത്ത് വന്ന് ശ്രീരാമകൃഷ്ണദേവനുമായിട്ട് സംഭാഷണം നടത്തുന്നതാണ് ഈ ഭാഗം. ഈ സംഭാഷണത്തിനിടയിൽ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ ഒരു വാചകം ആണ് ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാക്ക്. അതിതാണ്, ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, പറയൂ പണം കൊണ്ട് എന്ത് കിട്ടും? ശ്രീരാമകൃഷ്ണദേവന്റെ ഒരു ചോദ്യമാണ്. പറയൂ പണം. മഹേന്ദ്രനുമായിട്ടുള്ള സംഭാഷണത്തിനിടയിലാണ്. അപ്പൊ പറഞ്ഞു, ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, പറയൂ പണം കൊണ്ട് എന്ത് കിട്ടും? ഇത് വായിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും ചർച്ചയും വാർത്താ പ്രാധാന്യവും ഉണ്ടായ ഒരു സംഭവം നമുക്ക് ഓർക്കാം. അത് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമയായ CJ റോയിയുടെ മരണം. അതേക്കുറിച്ച് ഇപ്പൊ ധാരാളം വാർത്തകൾ ഇങ്ങനെ നിരന്തരം വന്നു. അത് കേട്ടവരെല്ലാം വളരെ ഞെട്ടലോടുകൂടിയാണ് ആ വാർത്ത കേട്ടത്. കാരണം CJ റോയ് ഏറ്റവും അതിസമ്പന്നനായൊരു വ്യവസായിയായി. തൻ്റെ ജീവിതകാലം കൊണ്ട് അദ്ദേഹം സമ്പത്തിന്റെ അങ്ങേയറ്റത്തെ, ഉയർച്ചയുടെ അങ്ങേ അറ്റം വരെ എത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 10, 16, 20 വിദേശ നിർമ്മിത കാറുകൾ, അതുപോലുള്ള മന്ദിരങ്ങൾ, ഓഫീസുകൾ, സമ്പത്ത് എന്തൊക്കെ തരത്തിലാണോ അങ്ങനെയെല്ലാം സമ്പത്തിന്റെ അങ്ങേയറ്റം. അങ്ങനെ ഒരാൾക്ക് ആ സമ്പന്നത, അത്രയും വലിയ ധനാഢ്യനായിട്ട്, ഇത്രയും സമ്പന്നനായിട്ട്, അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? അതുകൊണ്ട് എന്താണ് നേടിയത് അവസാനം? ഈ ചോദ്യം, ഇതിനുള്ള ഉത്തരമാണ് ഇന്ന് ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിന്റെ ഈ 4ാം അധ്യായം 14ാം ഭാഗത്തിൽ, 1ാം വോള്യത്തിൽ 14ാം ഭാഗത്ത് 4ാം അധ്യായത്തിൽ അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് 10, 150, 200 വർഷം മുമ്പ് നടന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു ചർച്ചയുടെ അടിസ്ഥാനം, അതായത് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും മനുഷ്യകുലത്തിന് അത് ബാധകമാണ്. ഒരുപക്ഷെ ഇത്തരം ഗ്രന്ഥങ്ങൾ പഠിക്കുക, ഇതൊന്നും മാത്രമല്ല, ഇത്തരം ഗ്രന്ഥങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് കുറേയൊക്കെ ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു പോകാൻ പറ്റും, സ്വയം അവരെ തന്നെ രക്ഷിക്കാൻ പറ്റും. അതാണ് ഇവിടെ ഈ ചർച്ചയിൽ ഇന്ന് വായിക്കാനിരിക്കുന്ന ഈ പുസ്തകത്തിൽ ഇന്ന് നമ്മൾ ഇവിടെ ഇത് ചർച്ച ചെയ്യുന്ന ഈ ഭാഗത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. കറന്റ് സിറ്റുവേഷനിൽ സംഭവിച്ച ഒരു ദുരന്തത്തിന്റെ ഉത്തരം തേടൽ കൂടിയാണിത്. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഈ മഹേന്ദ്രൻ എന്ന് പറയുന്ന ബ്രഹ്മസമാജത്തിന്റെ അംഗമായിരുന്ന ആ ഭക്തനും ശ്രീരാമകൃഷ്ണദേവനും തമ്മിൽ നടത്തുന്ന ഒരു സംവാദം. നമുക്ക് അതാണ് ഇവിടെ നോക്കാവുന്നത്. ഇന്ന് അത് വളരെ പ്രധാനമാണ്. ഇന്നത്തെ സാഹചര്യം വെച്ചത് വളരെ പ്രധാനമാണ്. നമുക്കത് നോക്കാം. ഭഗവാൻ ഈ അധ്യായത്തിൽ ഇവിടെ പറയുന്നത്
ആ ഭാഗം ഞാനൊന്ന് വായിക്കാം. ശ്രീരാമകൃഷ്ണൻ ചോദിക്കുന്നു, ഇപ്പോൾ ആ ഭാവത്തിൽ തന്നെ ഇരിക്കൂ, പിടിച്ചു വലിച്ചു ഭാവം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ചൈതന്യമെല്ലാം ഈശ്വരന്റെ ചൈതന്യമാണെന്ന് ക്രമേണ അറിയാറാവും. അദ്ദേഹം ചൈതന്യ സ്വരൂപനാകുന്നു. ആട്ടെ, നിനക്ക് ധനത്തിലും ഐശ്വര്യത്തിലും ആഗ്രഹം തോന്നുന്നുണ്ടോ? നിനക്ക് ധനത്തിലും ഐശ്വര്യത്തിലും ആഗ്രഹം തോന്നുന്നുണ്ടോ? ഇതാണ് ചോദ്യം. അപ്പൊ മഹേന്ദ്രൻ പറഞ്ഞു, ഇല്ല. പക്ഷെ നിശ്ചിന്തനാവാൻ വേണ്ടി, നിശ്ചിന്തനായിട്ട് ഈശ്വര ചിന്ത ചെയ്യാൻ വേണ്ടി അത്യാവശ്യത്തിന് പണം വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതാണ് മഹേന്ദ്രൻ പറയുന്നത്. നിശ്ചിന്തനാവാൻ വേണ്ടി മഹേന്ദ്രൻ പറഞ്ഞ വാക്കതാണ്, നിശ്ചിന്തനാവാൻ വേണ്ടി. അപ്പോ നിശ്ചിന്തനായാൽ മാത്രമേ ഈശ്വര ചിന്ത സാധ്യമാകൂ എന്നാണ് പറയുന്നത്. നിശ്ചിന്തനാകുക. ഈ നിശ്ചിന്തൻ എന്ന് ഇവിടെ വിവക്ഷിക്കുന്നത് മറ്റ് ലൗകിക കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക, ലൗകികമായ എല്ലാ ചിന്തകളിൽ നിന്നും വിട്ടു നിൽക്കുക. അതാണ് ഇവിടുത്തെ നിശ്ചിന്തൻ എന്നുള്ളതിന്റെ വിവക്ഷ. അപ്പോ സംസാരിയായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായി ഈശ്വര ചിന്ത ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അത് നമുക്കും എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ നമ്മുടേതായ എല്ലാ ജീവിത ക്ലേശങ്ങളിൽ ഇടപെട്ട്, അല്ലെങ്കിൽ ഔദ്യോഗികമായ തലത്തിലോ അല്ലെ മറ്റ് കുടുംബപരമായ കാര്യങ്ങളിലോ എല്ലാം ഇടപെടുമ്പോൾ സ്വാഭാവികമായി ഈശ്വര ചിന്തയുടെ സമയം വളരെ കുറവായിരിക്കും. മനുഷ്യന്റെ ലൗകിക മനുഷ്യന്റെ ഒരു സാഹചര്യം അതാണ്. അപ്പൊ അവിടെ നിശ്ചിന്തനാവാൻ പറ്റില്ല. കാര്യം നമുക്ക് ഒരുപാട് ചിന്തകൾ നമ്മെ വന്ന് പൊതിഞ്ഞുകൊണ്ടിരിക്കുക. കാര്യം നമ്മുടെ ഓരോ കാര്യങ്ങളിലും, നമ്മുടെ കുടുംബപരമായ, സാമ്പത്തികപരമായ, അല്ലെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഏത് സമയത്തും ധാരാളം ചിന്തകൾ അടിക്കടി വന്ന് നമ്മെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നിശ്ചിന്തനാകാൻ പറ്റില്ല. അപ്പൊ നിശ്ചിന്തനായിരിക്കണമെങ്കിൽ എന്ത് വേണം എന്ന് മഹേന്ദ്രൻ ഇവിടെ പറയുന്നു. അത്യാവശ്യത്തിന് നിശ്ചിന്തനാകാൻ പണം വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പൊ അല്പം പണം ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിശ്ചിന്തനായിട്ട് ഇരിക്കാൻ പറ്റൂ എന്ന് ഒരു ലൗകികന്റെ സ്വാഭാവികമായ ചിന്തയോടുകൂടിയാണ് മഹേന്ദ്രൻ ഇവിടെ ഇത് പറഞ്ഞത്. അപ്പോ നമുക്കും അത് ബോധ്യപ്പെടും. കാര്യം അത് ശരിയാണ്. കാര്യം നമുക്ക് അത്യാവശ്യം ഇനി മുന്നോട്ടുള്ള ജീവിത കാലഘട്ടത്തിൽ, അതായത് നമ്മളിപ്പോൾ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു പ്രായാധിക്യമൊക്കെ ആയതിനു ശേഷം ജീവിതത്തിന്റെ മറ്റ് ഘടകങ്ങളിൽ നിന്നൊക്കെ പതുക്കെ വിടുതൽ ചെയ്തിട്ട് അത്യാവശ്യം കുറച്ച് ധനം നമ്മളുടെ നിക്ഷേപമായിട്ട് ബാങ്കിൽ സൂക്ഷിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ നിത്യദിനാന ചെലവിന് വേണ്ട സാമ്പത്തിക ഘടന നമുക്ക് കിട്ടുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മുഴുവൻ സമയവും ഈശ്വര ചിന്തയ്ക്ക് സാധിക്കും. ഇതാണ് നമ്മളും എല്ലാം അനുവർത്തിച്ചു വരുന്ന ഒരു രീതി. ഇത് തന്നെയാണ് മഹേന്ദ്രനും ഇവിടെ പറഞ്ഞത്. നിശ്ചിന്തനായിരിക്കാൻ ബാങ്കിൽ അല്പം അല്ലെങ്കിൽ സമ്പാദ്യമായിട്ട് കുറച്ച് പണം വേണം. അപ്പൊ ശ്രീരാമകൃഷ്ണൻ അതിന് പറഞ്ഞ മറുപടി, ഓ അത് തോന്നുന്നു. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞതാണ്, ഓ അത് ശരിയാണ്, അത് തോന്നുന്നു. ഏത് തോന്നുന്നു? അങ്ങനെ അല്പം പണം ബാങ്കിൽ അല്ലെങ്കിൽ സമ്പാദ്യമായിട്ട് ഉണ്ടായിരിക്കണം എന്ന് തോന്നും. അത് ശരിയാണ്. അതിന് ഭഗവാൻ അത്രയും ഇതായിട്ട് പറഞ്ഞു. എങ്കിലും ഭഗവാന്റെ ആ മറുപടിയിൽ മഹേന്ദ്രന് അല്പം ഒരു വൈഷമ്യം തോന്നിയത് കൊണ്ട് മഹേന്ദ്രൻ പറഞ്ഞു, അത് ലോഭമാണെന്ന് കരുതുന്നില്ല. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയോ? കാര്യം ഞാൻ എൻ്റെ അത്യാഗ്രഹമാണ്, അതായത് ലോഭമാണ്, അതിൻ്റെ ഒരു അത്യാഗ്രഹമാണ് അത് എന്ന് തോന്നിപ്പോയോ? കാര്യം അങ്ങനെ പണം സമ്പാദിച്ച് ബാങ്കിൽ ഇട്ടിട്ട് വേണം ഈശ്വരചിന്ത ചെയ്യാനെന്ന് പറയുമ്പോൾ ഭഗവാൻ ഈ
പറഞ്ഞു കൊണ്ടുവന്ന ഈ വചനാമൃതത്തിലൂടെ നമ്മൾ ഈ ഇത്രയും വായിച്ചു വന്ന എല്ലാ ഘടകങ്ങളെയും പെട്ടെന്ന് ഒരടിക്ക് നിരാകരിക്കുന്ന പോലുള്ള ഒരു അഭിപ്രായമാണ് മഹേന്ദ്രനെ പോലുള്ള ഒരാളവിടെ പ്രകടിപ്പിച്ചത്. ഒരു ഭക്തനാണ് പ്രകടിപ്പിച്ചത്. അത് ഭക്തന്മാരുടെ വ്യാധിയാണ്. ഈശ്വരനോടുള്ള ഭക്തന്റെ ഒരു അതിന് എന്താ പറയുക, നമ്മൾ അതിനെ സംബന്ധിച്ച് ഒരു നമ്മുടെ ഒരു അരക്ഷിത ബോധം, സുരക്ഷിതമില്ലായ്മ. നമുക്ക് അത്ര കൂടി വിശ്വാസം പോയി. ഈശ്വരനിൽ സങ്കല്പിച്ചാൽ പിന്നെ നമുക്കിതൊക്കെ ആവശ്യമുണ്ട്. ഈശ്വരനിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബാങ്കിൽ പൈസ സൂക്ഷിച്ചിട്ട് വേണോ ഈശ്വരനെ പ്രാർത്ഥിക്കാൻ? നമുക്ക് ഈശ്വരനിൽ അഭയം ഭഗവാനിൽ അഭയം തേടൂ എന്ന്, അല്ലെങ്കിൽ അമ്മയിൽ കാളിമാതാവിൽ അഭയം തേടൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈശ്വരനിൽ സമർപ്പിതമാകൂ. അല്ലാതെ ബാങ്ക് ബാലൻസ് നോക്കിയിട്ടല്ലല്ലോ ഈശ്വരനെ സമർപ്പിതമാകേണ്ടത്. പക്ഷെ ഇവിടെ മഹേന്ദ്രൻ ഒരു സാധാരണ ഗൃഹസ്ഥാശ്രമിയെ പോലെ തന്നെ ചിന്തിച്ചു പറഞ്ഞു, അല്പം നിശ്ചിന്തരാകാൻ ബാങ്കിൽ അല്പം പണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊന്നും പേടിക്കണ്ട. പെട്ടെന്നൊരു അസുഖം വന്നാലോ അല്ലെങ്കിൽ ഈശ്വര സമർപ്പണം എന്നുള്ളതിൻ്റെ ഒരു ഘടനയ്ക്ക് അല്പം ഒരു സംശയം എന്ന് മാത്രം. എന്നാലും ഭഗവാൻ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ ഏതൊരു ഗൃഹസ്ഥാശ്രമിയുടെയും ഏത് തരത്തിലുള്ള ചിന്തകളെയും ഭഗവാൻ സപ്പോർട്ട് ചെയ്യും. അതിനൊരിക്കലും നീ എന്ത് ബോധമില്ലാത്തതാണ് പറയുന്നത് എന്നും പറഞ്ഞ് അങ്ങനെയൊന്നും അതിനോടൊരു എതിരഭിപ്രായം ഭഗവാൻ പറയുകയില്ല. വളരെ സ്നേഹത്തോടുകൂടി നമ്മെ കൃത്യമായ പാതയിലൂടെ നയിക്കാൻ ശ്രീരാമകൃഷ്ണദേവൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ മഹേന്ദ്രനെയും അത്തരത്തിലുള്ളൊരു സഹായമാണ് ഭഗവാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞത് എന്താണ്? അതെ, നീ പറഞ്ഞത് വളരെ ശരിയാണ്. എന്താണ്? നിന്റെ സമ്പാദ്യമായിട്ട് കുറച്ച് പണം നിനക്ക് സമ്പാദ്യമായിട്ട് വേണം, കരുതി വെക്കണം. അങ്ങനെ പണം കരുതി വച്ചില്ലെങ്കിൽ നിന്റെ കുട്ടികളെ ആര് നോക്കും എന്നാണ് ഭഗവാൻ ചോദിച്ചത്. നിന്റെ കുട്ടികളെയൊക്കെ ആര് നോക്കും? ഇവിടെ നമ്മൾ പറയുന്ന പോലെ പെൻഷനായിട്ട് 60-70 വയസ്സ് കഴിഞ്ഞ് ഈശ്വരചിന്ത ചെയ്യുന്ന ഒരു ഗൃഹസ്ഥാശ്രമിയുടെ ഘടനയല്ല മഹേന്ദ്രൻ ചെറുപ്പക്കാരനായ ആളാണ്, അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗൃഹസ്ഥാശ്രമിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നിന്റെ കുട്ടികളെ നീ പെട്ടെന്ന് നിശ്ചിന്തനായാൽ നിന്റെ കുട്ടികളെ ആര് നോക്കും? അല്ലെങ്കിൽ നിനക്ക് നീ പറയുന്ന പോലെ നിനക്ക് അല്പം ധനം നിന്റെ സമ്പാദ്യമായിട്ട് നിന്റെ കയ്യിലില്ലെങ്കിൽ നിന്റെ കുട്ടികളെ ആര് നോക്കും? നീ ഇങ്ങനെ സദാ ഈശ്വരനെ വിചാരിച്ചുകൊണ്ട് ഇരിക്കുകയോ അല്ലെങ്കിൽ ഈശ്വര കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നീ നടക്കുകയാണെങ്കിൽ നിന്റെ കുട്ടികളെ ആര് നോക്കും? അത് നീ പറഞ്ഞ വളരെ ശരിയാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. ഭഗവാൻ യഥാർത്ഥത്തിൽ അതല്ലല്ലോ പറയേണ്ടത് എന്ന് നമുക്ക് തോന്നാം. നീ ഈശ്വരനെ നിന്റെ മുഴുവനും നീ ഈശ്വരനിലേക്ക് അർപ്പിച്ചാൽ, മുഴുവൻ നീ ഈശ്വരനിൽ സമർപ്പിതമായാൽ പിന്നെ നീ ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ല. ഇനി അങ്ങനെ ഒരു സമർപ്പിതമായ ഈശ്വരാധീനത്തിന് വേണ്ടി അല്ല എങ്കിൽ നിനക്കിനി എത്ര ധനം ഉണ്ടായിട്ടും കാര്യമില്ല. ആ ധനമൊന്നും നിനക്ക് പ്രയോജനപ്പെടില്ല. ഈ ഒരു കോൺവെർസേഷനാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ CJ റോയ് എന്ന് പറയുന്ന ആ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമ സ്വയം ജീവൻ ഒടുക്കേണ്ടി വന്ന സാഹചര്യത്തെ, കാര്യം ആവശ്യത്തിലേറെ ധനം, എല്ലാ തരത്തിലും സുരക്ഷിതത്വം, ഇനി ഒരു 2 തലമുറ വേണമെങ്കിലും, 2 അല്ല തുടർന്നുള്ള എല്ലാ തലമുറയ്ക്കും സുഖമായി ഒരു പണിയും എടുക്കാതെ ഇരിക്കാവുന്ന തരത്തിലുള്ള സമ്പാദ്യം. എന്നിട്ടും അയാൾക്ക് അയാളുടെ ജീവിതത്തെ പിടിച്ചു രക്ഷിക്കാൻ കഴിഞ്ഞു. അയാൾക്ക് സ്വയം അയാളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്തായിരിക്കും അങ്ങനെയുള്ള ഒരു ഘടനയിലേക്ക് എത്തപ്പെടാൻ കാരണം? അപ്പൊ അതിനും ഇവിടെ എന്തായിരിക്കാം അങ്ങനെ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു മരണത്തെ സ്വീകരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്നുള്ളതിന് ഉത്തരവും ഇനി തുടർന്ന് വരുന്നുണ്ട്. അതാണ് ഈ ഭാഗം മുഴുവനും നമ്മുടെ ഈ സന്ദർഭത്തിൽ ഉണ്ടായ ആ ദുരന്ത വാർത്തയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ആ ദുരന്ത വാർത്തയെ കൂടുതൽ നമ്മളെ ബോധ്യപ്പെടുത്തുകയും നമ്മളെ കൂടുതൽ ഈ കാര്യങ്ങളിൽ
എങ്ങനെയാണ് ജീവിതത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് എന്ന് നമ്മെ സ്വയം ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന വളരെ സുചിന്തിതമായ വിവരണങ്ങളോട് കൂടിയ ഒരു അധ്യായമാണിത്. അതുകൊണ്ടാണ് എനിക്കിത് വായിച്ചു കഴിഞ്ഞപ്പം ഇത്രയും അതെങ്ങനെയാണ് ഈ ഒരു ഭാഗം ഈ ഒരു സന്ദർഭത്തിൽ തന്നെ വായിക്കത്തക്ക വിധം എത്തിച്ചേർന്നത് എന്നുള്ളത് ഒരുപക്ഷെ അത് മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പൊ നമുക്കിവിടെ പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് നിന്റെ കുട്ടികളെ ആര് നോക്കും? പിന്നെ താൻ അകർത്താവാണ് എന്ന ബോധം നിനക്കുണ്ടായാൽ പിന്നെ കുട്ടികൾക്ക് എന്താണ് വഴി? ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിനകത്ത്, രണ്ട് വാക്കാണ് ഇതിനകത്ത് പ്രധാനം. കർത്താവും അകർത്താവും രണ്ട് വാക്കുകളാണ്. അപ്പൊ അകർത്താവ് എന്ന ബോധം എന്ന് പറഞ്ഞാൽ എന്റെ അധ്വാനം കൊണ്ടൊന്നും അല്ല ഈ ലോകത്തൊന്നും നടക്കുന്നത്. ഞാൻ തന്നെ എന്റെ കർത്തവ്യത്തിന്റെ ഭാഗമായി ഉണ്ടായ ആളല്ല, അല്ലെങ്കിൽ ജീവിച്ചു പോകുന്ന ആളല്ല. ഞാൻ കർത്താവായത് കൊണ്ട് എന്റെ കർത്തൃത്വത്തിന്റെ ഗുണം കൊണ്ടല്ല ഈ നിൽക്കുന്നതൊന്നും. അതാണ് യഥാർത്ഥത്തിൽ സത്യാവസ്ഥ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ വിചാരിക്കും നമ്മുടെ കഴിവും നമ്മുടെ പ്രയത്നവും നമ്മുടെ ശക്തിയുമാണ് ഇതിനെല്ലാം അടിസ്ഥാനപരമായ കാരണം. അതായത് ഈ നിലനിൽപ്പിന്റെ, ഈ സൗഖ്യത്തിന്റെയും ഈ സമ്പത്തിന്റെയും ഈ ജീവിത ചുറ്റുപാടുകളുടെയും എല്ലാം കാരണം യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ചുറ്റുപാട് നമ്മുടെ ശക്തിയാണ് എന്ന്, അതായത് എൻ്റെ കർത്തൃത്വ ഭാവമാണ് ഇതെല്ലാം നിലനിർത്തുന്നത് എന്നുള്ളൊരു തോന്നലാണ്. ഇവിടെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ദുരന്ത വാർത്തയുടെ സംഭവത്തിലും ഇപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും അവരുടെ ആ കോൺഫിഡൻറ്റിൽ വളരെ വിശ്വാസമുണ്ടായിരുന്നു. അപ്പൊ ആ കോൺഫിഡൻസിൽ വളരെ വിശ്വാസത്തോടു കൂടിയാണ് അവരും മുന്നോട്ട് പോയത്. പക്ഷെ ഒരു ഘട്ടമായപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ട് സ്വയം മരണത്തെ വരിക്കേണ്ടി വരുന്നു. ഇതിന്റെ എല്ലാം ഈ സമ്പന്നതയുടെ എല്ലാം മുകളിൽ ഇരുന്നു കൊണ്ട് സ്വയം മരിക്കേണ്ടി വരും. അപ്പൊ പിന്നെ ആ കർത്തൃത്വ ഭാവത്തിന് എന്താ വിലയുള്ളത്? എന്റെ കഴിവ് കൊണ്ടാണ്, എന്റെ കർത്തൃത്വ മനോഭാവം കൊണ്ടാണ് ഞാൻ ഇതെല്ലാം സൃഷ്ടിച്ചത് എങ്കിൽ, അല്ലെങ്കിൽ ഈ വളർച്ചയെല്ലാം ഞാൻ സൃഷ്ടിച്ചെങ്കിൽ എനിക്കത് നിലനിർത്താൻ കഴിയണ്ടേ? എനിക്കെന്താ നിലനിർത്താൻ പറ്റാതെ പോയത്? അതാണ് ആ കർത്തൃത്വ ഭാവം നമുക്കുണ്ടായത് കൊണ്ട് ഒരു കാര്യവുമില്ല. അകർത്താവാണ് ഏത് സമയത്തും നമ്മൾ. അകർത്താവാണ് എന്ന ഭാവത്തിലായിരിക്കണം എപ്പോഴും. അത് എത്ര വലിയ സമ്പന്നമായ അവസ്ഥയിലായാലും ശരി, എത്ര ചെറിയ അവസ്ഥയിലായാലും ശരി, ഏതവസ്ഥയിലായാലും ശരി, ഇതൊന്നും ഞാൻ എൻ്റെ കർത്തൃത്വമല്ല. ഞാൻ എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് അക്കാര്യത്തിൽ ഞാൻ അകർത്താവാണ്. കർത്താവ് അങ്ങാണ്, ഞാനല്ല എന്ന ബോധത്തോടു കൂടിയാണ് ഓരോ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ഈ ഭാഗം അതാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതാണ് താൻ അകർത്താവാണ് എന്ന ബോധം നിനക്കുണ്ടായാൽ കുട്ടികൾക്ക് പിന്നെ എന്താണ് വഴി? ഭഗവാൻ ചില ചോദ്യങ്ങളും അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ താനൊരു അകർത്താവാണെന്ന് തനിക്ക് തോന്നിപ്പോയാൽ, അതായത് താനൊന്നും അല്ല ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് എന്റെ ശ്രമമൊന്നും ഇതിനകത്ത് വേണ്ട എന്ന് മഹേന്ദ്ര നിനക്ക് തോന്നിപ്പോയാൽ നിന്റെ പിള്ളേരെന്ത് ചെയ്യും? അപ്പൊ നിന്റെ പിള്ളേർക്ക് വേണ്ടി നീ തന്നെ അധ്വാനിക്കുന്നത് നിനക്ക് നിന്റെ പ്രവർത്തനം അതായിരിക്കണം. പക്ഷെ അതിന്റെ കർത്തൃത്വ ഭാവം നിന്നിൽ ഉണ്ടാകരുത്. ആ ഭാവം അകർത്താവായി നിന്നെ കരുതണം. പക്ഷെ കർത്തൃത്വ ഭാവത്തിൽ നീ പ്രവർത്തിക്കുമ്പോൾ വളരെ ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു ഘടനയാണ് ഇവിടെ. നമ്മൾക്കത് പൂർണ്ണമായും ഒരു ലൗകിക മനുഷ്യന് എത്രമാത്രമാണ് ഇത് ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് നിന്റെ കുട്ടികൾക്ക് പിന്നെ എന്താണ് വഴി എന്നൊക്കെ ചോദിക്കാം. എന്നിട്ട് അതിന്റെ ഉത്തരം പിന്നെ പറയുന്നുണ്ട്. അപ്പോ മഹേന്ദ്രൻ പറയുന്നത് കർത്തവ്യബോധം ഉള്ളിടത്തോളം ജ്ഞാനമുണ്ടാവില്ല എന്ന് കേട്ടിട്ടുണ്ട്. അതിനോടൊരു വാക്ക് പറഞ്ഞത് കർത്തവ്യമാർത്താണ്ഡൻ. അഷ്ടവക്ര സംഹിതയിൽ പറയുന്ന ഒരു പ്രയോഗമായിട്ടാണ് അതിനകത്ത് ഫുട് നോട്ട് കൊടുത്തിട്ടുണ്ട്. കർത്തവ്യമാർത്താണ്ഡൻ അങ്ങനെ ഉള്ളതിനെ പറയുന്നതാണ്. അപ്പം കർത്തവ്യബോധം ഉള്ളിടത്തോളം ജ്ഞാനമുണ്ടാവില്ല.
അതായത് ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഞാൻ ചെയ്താലേ ഇതൊക്കെ മുന്നോട്ട് പോകും, ഞാനാണ് ഇതൊക്കെ ചെയ്യേണ്ട ആള് എന്ന കർത്തവ്യബോധം ഉള്ള ഒരാൾക്ക് ജ്ഞാനം ഉണ്ടാവില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. ജ്ഞാനത്തിന്റെ ലക്ഷണമല്ല അത്. ഞാനാണ് ചെയ്യുന്നത് എന്ന ഒരാളുടെ തോന്നലിന് അത് ജ്ഞാനത്തിന്റെ ലക്ഷണമല്ല എന്ന് കേട്ടിട്ടുണ്ട് എന്നാണ് മഹേന്ദ്രൻ അപ്പൊ ചോദിച്ചത്. അപ്പോഴും ശ്രീരാമകൃഷ്ണദേവൻ മറുപടി പറയുന്നു, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ എന്നല്ല ചോദിച്ചത്. ഇപ്പൊ നിനക്ക് കാര്യം മനസ്സിലായില്ലേ? അപ്പൊ നീയല്ല ഇതൊന്നും ചെയ്യുന്നത് ഈശ്വരനാണ് എന്ന് നിനക്ക് ബോധമുണ്ടെങ്കിൽ പിന്നെ നീ ഇത്രയും വ്യാകുലപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന് ആണ് യഥാർത്ഥത്തിൽ തിരിച്ചു ചോദിക്കേണ്ടത്. പക്ഷെ ഇവിടെ ഭഗവാൻ ചോദിച്ചതല്ല, നീ അങ്ങനെ ഇപ്പൊ ചിന്തിക്കണ്ട എന്നാണ് പറഞ്ഞത്. നീ ചിന്തിച്ചത് ശരി, പക്ഷെ നീ ഇപ്പൊ അങ്ങനെ ചിന്തിക്കണ്ട. ഇപ്പോൾ ഈ ഭാവത്തിൽ ഇരിക്കൂ. ഇപ്പൊ നീ എന്താണോ കർത്തൃത്വ ഭാവത്തിൽ തന്നെ നീ ഇരുന്നോളൂ. ഭഗവാൻ എത്ര കൃത്യമായിട്ടാണ് ഒരാളെ മുന്നോട്ട് നയിക്കുന്നത്. ഒരിക്കലും നമുക്ക് പിഴ പറ്റില്ല. 100% ഭഗവാന്റെ ഈ വാക്കുകളെ പിന്തുടരുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും അടിപതറില്ല. അത്ര കൃത്യമായിട്ടാണ് ഭഗവാൻ ഓരോരുത്തരെയും ഈ കാര്യത്തിൽ ചെയ്യുന്നത്. അപ്പാണ് ഇവിടെ പറഞ്ഞത്, ഈ ഭാവത്തിൽ തന്നെ നീ ഇരിക്കും. നീ എന്താണോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തുടരും. അതിലൊരു മാറ്റവും നീ വരുത്തണ്ട. പിന്നീട് ഈ കർത്തവ്യബോധം തനിയേ പോകും. അതാണ് ഭഗവാൻ അയാൾക്ക് പറഞ്ഞു കൊടുത്തത്. നീ ഒരാൾ ഈ കർത്തൃത്വ ബോധം, ഞാൻ ഇന്ന് മുതൽ അകർത്താവാണ്, എല്ലാം ഈശ്വരൻ്റെതാണ്, എനിക്കിതിൽ ഒരു പങ്കുമില്ല എന്ന് നീ ഒരു തീരുമാനം എടുക്കേണ്ടതല്ല അത്തരം ഒരു മനോഭാവം. യഥാർത്ഥത്തിൽ അത് വരേണ്ടത് സ്വാഭാവികമായി വന്നു ചേരണം. അതാണ് പറഞ്ഞത്. തനിയെ ഈ കർത്തവ്യബോധം തനിയെ പോണം. നിന്റെ ആ ഒരു ശ്രദ്ധയില്ലാതെ തന്നെ, നിന്റെ കരുതിക്കൂട്ടിയുള്ള ആ ഒരു തീരുമാനം ഇല്ലാതെ തന്നെ സ്വാഭാവികമായി ആ കർത്തൃത്വ ഭാവം നിന്നിൽ നിന്നിങ്ങനെ ഒഴിഞ്ഞു പോകണം. അപ്പോഴത്തെ കഥ വേറെ. അപ്പൊ പറയേണ്ടത് ഇതല്ല. അപ്പൊ അതിന് വേറെയുണ്ട്, അതിനുള്ള സമാധാനം വേറെയാണ്. ഈ സ്വാഭാവികമായി ഇത് ഒഴിഞ്ഞു പോകുന്ന, അതുകൊണ്ട് നീ ഒരിക്കലും നാളെ മുതൽ ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യട്ടെ അല്ലെങ്കിൽ ആ രീതിയിൽ ചെയ്യട്ടെ അങ്ങനെ എടുക്കേണ്ട ഒരു തീരുമാനമല്ല ഇത്. ഈ കർത്തൃത്വ ബോധവും അകർത്തൃത്വ ബോധവും. അപ്പൊ കർത്തൃത്വ ബോധത്തിൽ തന്നെ ഇപ്പൊ കൂടുക. പക്ഷേ അത് പറയുന്നത്, അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈശ്വരനിലേക്ക് നമ്മൾ സമർപ്പിതമാവുക എന്നുള്ളത് അടുത്ത ഇത് വരുന്നു. അത് വരുന്നുണ്ട് ഇനി. അതായത് സ്വാഭാവികമായി കർത്തൃത്വ ബോധം പോണം, എന്നിട്ട് അകർത്തൃത്വ ബോധം ഉണ്ടാകണം, സ്വാഭാവികമായി ഈശ്വര ചിന്തയിലേക്ക് മാറണം. അപ്പൊ അതിലേക്ക് വീണ്ടും കടന്നു വരുന്നുണ്ട്. അപ്പോ ഈ ഭാഗത്ത് അതിന്റെ അടുത്ത ഒരു ഭാഗം വരുന്നത് ഇതിനെക്കുറിച്ചുള്ള ഒരു മറുപടി ആയിട്ടാണ്. അതായത് അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത്, എന്നിട്ട് ഇപ്പോൾ ഈ ഭാവത്തിലിരിക്കൂ, പിന്നീട് ഈ കർത്തവ്യബോധം തനിയെ പോകുമ്പോൾ അപ്പോഴത്തെ കഥ വേറെ എന്ന് പറഞ്ഞ് നിർത്തിയതിന് ശേഷം മാസ്റ്റർ മഹാശയൻ എഴുതിയിരിക്കുന്ന ഒരു വരി, എല്ലാവരും അല്പനേരം മിണ്ടാതിരുന്നു. മഹേന്ദ്രന്റെ ഈ ചോദ്യങ്ങൾക്ക് ശേഷം ഭഗവാനിനുള്ള മറുപടി പറഞ്ഞപ്പോൾ പെട്ടെന്ന് എല്ലാവരും, അപ്പോൾ അവിടെ കൂടിയിരുന്ന എല്ലാവരും മിണ്ടാതെ ഇരുന്നു. അല്പനേരം നിശബ്ദരായി എല്ലാവരും. ആ നിശബ്ദതയ്ക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിശബ്ദത അവിടെ വന്നത്? ആ നിശബ്ദതയ്ക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. കാരണം ഭഗവാൻ നമ്മെ സംബന്ധിച്ച് അത് നമ്മൾ ഇപ്പൊ ഈ സന്ദർഭത്തിൽ നമുക്ക് വേണമെങ്കിൽ അത് പൂർണ്ണമായും ആ നിശബ്ദത എന്താണെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. നമുക്കും അത് ഉൾക്കൊള്ളാൻ പറ്റും. കാര്യം എന്തായിരുന്നു കാര്യം, നമ്മളും എല്ലാം ഈ ഒരു സംശയാസ്പദമായ അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നവരാണ്. കാര്യം സർവ്വതും ഈശ്വരാർപ്പിതമാണെന്നും സർവ്വതും ഭഗവാന്റെ കൃപ കൊണ്ടാണെന്നും താൻ വെറും യന്ത്രമാണെന്നും
അവിടുന്നാണ് യന്ത്രി എന്നും. ഭഗവാൻ ഇത് ആവർത്തിച്ച് പറയുന്നതിൻ്റെ ഒരു ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു ഗൃഹസ്ഥാശ്രമിയായിട്ടുള്ള സംഭാഷണമാണ്. വേറെ പലയിടത്തും ഭഗവാൻ ഇത് ഞാൻ വെറും യന്ത്രം, നീയാണ് യന്ത്രി എന്ന് കാളി മാതാവിനോട്, ഈശ്വരനോട് പറയുന്നുണ്ട്. ഇവിടെ മഹേന്ദ്രനെ സംബന്ധിച്ചും യന്ത്രി, അത് യന്ത്രം കർത്താവല്ല. യന്ത്രം എന്ന് പറയുന്ന ഒരു കർത്താവല്ല, അതിനൊരു കർത്താവ് ഉണ്ടാവണം. യന്ത്രം പ്രവർത്തിപ്പിക്കാൻ ഒരു കർത്താവ് ഉണ്ടാകണം. അപ്പൊ യന്ത്രമായിരിക്കുക എന്ന് പറഞ്ഞാൽ അകർത്താവായിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ യന്ത്രം അകർത്താവായിരിക്കുകയും യന്ത്രി കർത്താവാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സാഹചര്യമാണ് വന്നു ചേരേണ്ടത്. അത് സ്വാഭാവികമായി വന്നു ചേരും എന്നുള്ള ഭഗവാൻ പറഞ്ഞപ്പോഴാണ് സകലരും നിശബ്ദരായി അത് കേട്ടിരുന്നത്. എന്നിട്ട് അടുത്ത ഇതിലേക്ക് പോകുന്നു. ഈ നമ്മൾ പറഞ്ഞു വന്നല്ലോ നേരത്തെ CJ റോയിയുടെ ആ കഥ പറഞ്ഞു വന്നല്ലോ, CJ റോയിയുടെ സംഭവം. അപ്പൊ CJ റോയിയുടെ നിലപാട് എന്തായിരുന്നു? ശരിക്ക് ഈ അകർത്തൃത്വ ബോധവും കർത്തൃത്വ ബോധവും തമ്മിലുള്ള ആ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ സ്വജീവിതത്തിൽ കഴിയാതെ പോയി എന്നുള്ളതാണ്. അതായത് എല്ലാം നേടി, ഇനി എനിക്ക് ഭൂമിയിൽ എനിക്കൊന്നും നേടാനില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വരെ അയാൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് നടന്ന ഓരോ ഇന്റർവ്യൂസിലും CJ റോയ് പറഞ്ഞതാണ്, എനിക്കിനി ഒന്നും നേടാനില്ല, എല്ലാം നേടി. എന്നിട്ടോ ഇനി മരണമുണ്ടായാലും കുഴപ്പമില്ല. ഇതും അയാൾ തൊട്ടു മുമ്പുള്ള ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു. ചില ഇന്റർവ്യൂവിൽ പറഞ്ഞത് എന്താണ്, ഞാൻ മരിച്ചുപോയാൽ ഇനി നീ ശിഷ്ടകാലം നീ എന്ത് ചെയ്യും എന്ന് ഭാര്യയോട് ചോദിച്ചു എന്ന് വരെ ഈ സന്ദർഭത്തിലുള്ള ഇന്റർവ്യൂസ് CJ റോയ് പറയുന്നത് തന്നെ ഇന്റർവ്യൂ ആയിട്ട് നമ്മൾ ഈ ഇതിനകത്ത് വാർത്തകളിൽ കണ്ടതാണ്. അപ്പോ അത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് ഇയാൾ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു അവസ്ഥയിലേക്ക് പോകാൻ കാരണം? അപ്പോ സമ്പത്ത് നേടുന്നതാണ് എല്ലാം നേടി എന്ന മിഥ്യാധാരണയായിരുന്നു അദ്ദേഹത്തിനുണ്ടായത്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ സമ്പത്ത് നേടുന്നതാണ് എല്ലാം നേടിയെന്നാണ്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുമ്പോൾ ഞാൻ എല്ലാം നേടിയെന്ന് പറഞ്ഞപ്പോൾ എന്താണ് നേടിയത്? സമ്പത്ത് നേടിയപ്പോഴാണ്, എല്ലാ സമ്പത്തും ഞാൻ നേടി എന്നുള്ള അർത്ഥത്തിലാണ്. ബൈബിളിൽ തന്നെ വളരെ വ്യക്തമായ രീതിയിൽ ബൈബിളിലെ ഒരു വാചകമുണ്ട്. അതാണ് നമ്മൾ ഈ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടും, അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരം ഗ്രന്ഥങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കാതെ പോകുന്നു. ഇവിടെ ഞാൻ എല്ലാം നേടി എന്ന് ഇദ്ദേഹം CJ റോയ് തൻ്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞെങ്കിലും ബൈബിളിൽ തന്നെ അതിനകത്ത് വളരെ കൃത്യമായ ഒരു വാചകമുള്ളത് എന്താണ്? എന്തെല്ലാം നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് പ്രയോജനം എന്ന് യേശുക്രിസ്തു തന്നെ ചോദിക്കുന്നുണ്ട്. എന്തൊക്കെ നേടിയിട്ടും ആത്മാവ് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്താണ് പ്രയോജനം എന്ന് ബൈബിളിൽ തന്നെ ചോദിക്കും. അപ്പൊ എല്ലാം നേടി എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ആത്മാവ് നഷ്ടപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം നേടി എന്ന് പറഞ്ഞിട്ടും ഒരു പ്രയോജനവുമില്ല. അപ്പൊ എത്ര കൃത്യമായി ഈശ്വരൻ എത്ര കൃത്യമായിട്ട് നമുക്കിതെല്ലാം ഓരോ സന്ദർഭത്തിലും നമ്മുടെ മുന്നിൽ വെച്ച് തരുന്നുണ്ട്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് മനനം ചെയ്യാനോ അത് ഫോളോ ചെയ്യാനോ ഉള്ള ആ മാനസികാവസ്ഥ നമ്മൾ സൃഷ്ടിക്കുന്നില്ല. അതുകൊണ്ട് സൃഷ്ടിക്കുന്നില്ല, അത് മനസ്സിലാക്കാനുള്ള ജ്ഞാനം നമ്മൾ നേടുന്നില്ല. അതിനാണ് ജ്ഞാനം നേടേണ്ടത്. നമ്മുടെ ഏതൊരു വിദ്യാഭ്യാസമായാലും നമ്മുടെ ഏതൊരു അറിവ് സമ്പാദനമായാലും ഈ അറിവ് നേടേണ്ടത് ഈ ജ്ഞാനം നേടാൻ വേണ്ടിയിട്ടാണ്. ഈ ജ്ഞാനം നേടാൻ കഴിയാത്ത ഒരു വിദ്യാഭ്യാസവും പ്രയോജനമില്ല എന്ന് ശ്രീരാമകൃഷ്ണദേവൻ ചെറുപ്പത്തിലെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടാണ് തൻ്റെ വിദ്യാഭ്യാസത്തെ ഉപേക്ഷിച്ചത്. ഈശ്വരനെ ലഭിക്കാത്ത ഒരു വിദ്യാഭ്യാസവും ഒരു പ്രയോജനവും ചെയ്യില്ല എന്ന് ശ്രീരാമകൃഷ്ണദേവൻ കുട്ടിക്കാലത്ത് പറഞ്ഞതും
അദ്ദേഹം ആ ഒരു ജീവിത ശൈലിയിൽ മുന്നോട്ട് പോയതും ചേട്ടൻ രാമകുമാരനുമായിട്ടുള്ള ആ രാമകുമാരൻ സഹോദരൻ തൻ്റെ അനിയനെ അത് പഠിപ്പിക്കാനായിട്ട് ശ്രീരാമകൃഷ്ണദേവനെ പാഠശാലയിൽ അയച്ച് പഠിപ്പിക്കാനും സംസ്കൃതം പഠിപ്പിക്കാനും ഒക്കെ വ്യഗ്രത കാണിച്ചപ്പോഴെല്ലാം അത് ആ അറിവ് എനിക്ക്, ആ ഒരു പഠനം എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ കാരണം ഇതാണ്. ഈ ഈശ്വരനെ കുറിച്ചുള്ള ഒരു അറിവ് നേടാൻ, ഈ ജ്ഞാനം നേടാനുള്ള ഒരു ജ്ഞാനം സമ്പാദിക്കാൻ പര്യാപ്തമല്ലാത്ത ഒരു വിദ്യാഭ്യാസ രീതി കൊണ്ട് നമുക്കൊരു പ്രയോജനവുമില്ല. ഇവിടെ ജ്ഞാനം സമ്പാദിക്കാതെ പോകുന്നത് കൊണ്ടാണ് ഇതേപോലെ ജീവിതത്തിന്റെ നല്ല സന്ദർഭങ്ങളുടെ ആ ഉച്ചാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് സ്വയം ആത്മഹത്യ തേടേണ്ടി വരുന്ന അത്രമേൽ അവസ്ഥയിലേക്ക് ഒരു മനുഷ്യജീവൻ അധപ്പതിച്ചു പോകേണ്ട ഒരു സാഹചര്യം വരുന്നത് ഈ ജ്ഞാനം കൃത്യമല്ലാത്തത് കൊണ്ട്. അയാൾ നേടിയ ഒന്നും തന്നെ അതായത് എന്തൊക്കെയാണോ അയാൾ നേടിവെച്ചത് അതൊന്നും ഈ ജീവിതത്തിൽ അയാൾക്ക് ഉപകരിച്ചില്ല. ഒന്നും തന്നെ അയാൾക്ക് ഉപകരിച്ചില്ല. ഒരുപക്ഷെ ഇനി അടുത്ത ആർക്കെങ്കിലും ഒക്കെ അത് ഉപകരിക്കുകയോ ചെയ്തിരിക്കാം, അത് ഇനിയുള്ള പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അയാളുടെ ആ ജീവിതം സാർത്ഥകമാകാൻ ഈ സമ്പാദ്യങ്ങളൊന്നും ഉപകരിച്ചില്ല. ഇത്രയും കാലത്തെ ശ്രമങ്ങളൊന്നും ഉപകരിച്ചില്ല. എല്ലാം വൃഥാവിലായിപ്പോയി. ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം വൃഥാവിലായിപ്പോയി. കർത്തവ്യബോധം പോകുന്ന ഒരവസ്ഥയിലേക്ക് നയിക്കാൻ, അതായത് അകർത്തൃത്വം എന്നുള്ള ആ ഘടനയിലേക്ക് നയിക്കാൻ ഒരാളുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലൊരു വാചകം ഏതെങ്കിലും സന്ദർഭത്തിൽ വായിക്കാൻ അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു ദുരന്തം അഭിമുഖീകരിക്കേണ്ടി വരില്ലായിരുന്നു. അവിടെയാണ് ഇത്തരം നഷ്ടങ്ങൾ നമുക്കുണ്ടാകുന്നത്. വായനയിലും ഇത്തരം ഗ്രന്ഥങ്ങളുടെ പാരായണത്തിലും വായനയിലും ഒക്കെ നമ്മെ പിടിച്ചു നിർത്തുന്നത്, അല്ലെങ്കിൽ നമ്മെ ശക്തി തരുന്നത് ഈ ഗ്രന്ഥപാരായണത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഈശ്വരനെ കുറിച്ചുള്ള അറിവാണ്. അത് വലിയ മഹർഷിമാരും മഹത്തുക്കളും നമുക്ക് വേണ്ടി അവർ എഴുതി വച്ചിരിക്കുന്നത് മുഴുവൻ വരും കാലത്ത് ഓരോരുത്തർക്കും അത് വലിയൊരു ശക്തിയായി മാറാൻ വേണ്ടിയിട്ട്. അപ്പൊ എപ്പോഴെങ്കിലുമൊക്കെ ഇത് ഒരു വരി വായിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ആപത്തുകളെ അല്ലെങ്കിൽ ഇത്തരം ഒരു സാഹചര്യ ദുരന്തത്തെ അഭിമുഖീകരിക്കേണ്ടി വരികയേയില്ല ആർക്കും. ഉറപ്പാണ് ആ കാര്യം. അകർത്താവാണ് എന്ന് തോന്നണമെങ്കിൽ ഇതുവരെ സഞ്ചരിച്ച വഴിയെല്ലാം ശരിയായിരിക്കണം. അങ്ങനെ ഒരു ഘടനയും കൂടെ ഈ അകർത്താവാണെന്ന ബോധത്തിന്റെ ഭാഗമായിട്ട് വരും. ഞാനല്ല കർത്താവ്, ഞാൻ അകർത്താവാണ്, കർത്താവ് ഈശ്വരനാണ്, ഇതിന്റെ കർത്തൃത്വഭാവം മുഴുവൻ ഈശ്വരനിലാണ് എന്ന് പൂർണ്ണമായി നമുക്ക് നമ്മുടെ മനസ്സിൽ ഉറപ്പ് വേണമെങ്കിൽ നമ്മൾ ഇതുവരെ വന്ന വഴിയെല്ലാം കൃത്യമായിരിക്കണം, അത് ശരിയായ വഴിയുമായിരിക്കണം. അല്ലാതെ നമ്മൾ സഞ്ചരിച്ച വഴിയെല്ലാം തെറ്റായ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയും ആ ചെയ്തതെല്ലാം ധാർമ്മികമല്ലാത്ത പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്ത ശേഷം ഞാൻ അകർത്താവാണ് എന്ന് പറയാൻ അവകാശമില്ല. അത് അപ്പോൾ ഞാൻ കർത്താവ് തന്നെയാണ്. ഇപ്പൊ ഞാൻ അകർത്താവാണ് എന്ന് പറയണമെങ്കിൽ ഇതുവരെ സഞ്ചരിച്ചു വന്ന വഴി കൃത്യമായിരിക്കണം. അത് നമ്മുടെ മനസ്സിൽ അതിലൊരു റിഗ്രറ്റ് ഉണ്ടാകരുത്. ഒരു കുറ്റബോധമില്ലാത്ത വഴിയിലൂടെ ആയിരിക്കണം നമ്മൾ സഞ്ചരിച്ചിരിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഈ അകർത്തൃത്വ ഭാവത്തിൽ നിൽക്കാൻ നമുക്ക് അവകാശമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് അതിൻ്റെ എല്ലാം കർത്തൃത്വം, നമ്മിൽ തന്നെയാണ് അത് നിക്ഷിപ്തമായിരിക്കുന്നത് ആ കർത്തൃത്വ ഭാവത്തിൽ. അപ്പൊ അതാണ് അത് ശരിയല്ല എന്ന് തോന്നുമ്പോഴാണ് പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്, സ്വയം ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി വരുന്ന ആ ഇച്ഛാഭംഗത്തോടു കൂടി സ്വയം ജീവിതം അവസാനിപ്പിക്കാൻ ഒരാൾക്ക് തോന്നുന്നത് ആ അകർത്തൃത്വ ബോധത്തിലുണ്ടാകുന്ന കുറ്റബോധമാണ്. അതായത് ഞാൻ തന്നെയാണ് ഇതിനെല്ലാം, എൻ്റെ ദുഷ്ചെയ്തികളോ അല്ലെങ്കിൽ എൻ്റെ വഴിയിലുണ്ടായ പിശകുകളോ അല്ലെങ്കിൽ ഞാൻ എടുത്ത നിലപാടുകളിലോ ഉള്ള കുഴപ്പം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് ഒരു നിമിഷം നമ്മെ ആ തോന്നലുകൾ വേട്ടയാടുമ്പോഴാണ് നമുക്ക് ഈ ജീവിതം അവസാനിപ്പിക്കണമെന്നൊക്കെ തോന്നിപ്പോകും. അങ്ങനെയാണ് ഓരോ ജീവിതങ്ങളും അവസാനിപ്പിക്കണമെന്ന് തോന്നിപ്പോകും. ഇല്ല, ഇതെല്ലാം ഈശ്വരീയമായ ഭാവത്തിലാണെങ്കിൽ അതുപോലും നമുക്ക് ചെയ്യാൻ അവകാശമില്ല. കാര്യം ഈ ജീവിതം അവസാനിപ്പിക്കാൻ പോലും നമുക്ക് അവകാശമില്ല.
കാര്യം അതുപോലും ഈശ്വരന്റെ കർത്തൃത്വത്തിലേക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എപ്പോഴാണ് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ എപ്പോഴാണ് ജീവിതം അവസാനിക്കേണ്ടത് എന്നുള്ളത് ഈശ്വര നിശ്ചയമാണ്, നമ്മുടെ നിശ്ചയമല്ല. അപ്പൊ അവിടെയാണ് ഈ റിഗ്രറ്റ് ഉണ്ടായത്, അല്ലെങ്കിൽ ഈ കുറ്റബോധം ഉണ്ടായത്. അപ്പൊ അതിൽ നിന്ന് മോചനം ഉണ്ടാകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് ഒരു കർത്തൃത്വഭാവത്തെയും അകർത്തൃത്വഭാവത്തെയും കുറിച്ച് ഈ അധ്യായത്തിൽ ഭഗവാൻ സൂചിപ്പിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ ഒരു ഇതുകൂടെ വരുന്നുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ എന്നിട്ടാണ് ഈ ഒരു ഭാഗം മഹേന്ദ്രനുമായിട്ട് വിവരിച്ച ശേഷമാണ് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത്, ഇനി പറയൂ പണം കൊണ്ട് എന്ത് കിട്ടും, പണം കൊണ്ട് എന്ത് കിട്ടും എന്ന് ഇനി പറയൂ എന്ന് പറയുന്നത് ഈ 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്താണ്. അപ്പൊ സംസാരത്തിൽ ദാരിദ്ര്യ ദുഃഖം മാത്രമേ ഉള്ളൂ. ഒരു വശത്ത് 6 രിപുക്കൾ, അതിനപ്പുറം രോഗശോകങ്ങൾ. അപ്പോ എന്തുകൊണ്ടാണ് ഈ ധനം സമ്പാദിക്കുമ്പോൾ ഈ സമ്പാദിച്ച ധനവും അല്ലെങ്കിൽ ധനപരം അല്ലെങ്കിൽ തന്നെ ഈ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത എല്ലാ സമ്പന്നതയും, അത് ഏത് തരത്തിലുള്ള സമ്പന്നതയും ആയിക്കോട്ടെ, ഈ എല്ലാ സമ്പന്നതയും ഉണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം സാഹചര്യങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകുന്നത്? അപ്പൊ അതിന് മഹേന്ദ്രൻ തന്നെ അതിന്റെ ഉത്തരം കണ്ടെത്തി, മഹേന്ദ്രൻ തന്നെ ഭഗവാനോട് അത് പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? 6 രിപുക്കൾ, ഷഡ്രിപുക്കൾ, കാമം, ക്രോധം, ലോഭം, മോഹം, മത, മാത്സര്യം. ഈ 6 ശത്രുക്കളാണ് യഥാർത്ഥത്തിൽ നമ്മെ ഓരോ നിമിഷവും കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കാമം അല്ലെങ്കിൽ ആസക്തി, കാണുന്നതിനോടുള്ള എല്ലാ ആസക്തി. ക്രോധം, കോപം അല്ലെങ്കിൽ നിയന്ത്രണാതീതമായി പെരുമാറുന്ന രീതി. ലോഭം, അത്യാഗ്രഹം. മോഹം എന്ന് പറയുന്നത് ഇവിടെ ബന്ധം അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ്, ബന്ധം. പിന്നെ മതം, അഹങ്കാരം. പിന്നെ മാത്സര്യം, അത് അസൂയ അല്ലെങ്കിൽ മത്സരബുദ്ധി. ഈ 6 കാര്യങ്ങളാണ് ഒരാളുടെ ജീവിതത്തെ തകിടം മറിക്കുന്നത്. ഇയാൾ എന്തെല്ലാം നേടിയെങ്കിലും ഈ 6 ശത്രുക്കൾ എപ്പോഴും നമ്മളെ നേരിട്ടുകൊണ്ട് ഇവരെ ഓവർകം ചെയ്യാനുള്ള ശക്തി ഇല്ലായ്മ കൊണ്ടല്ലേ നമ്മൾ ഈ തരം ഒരു അബദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് ചെന്ന് വീഴുന്നത് എന്ന് മഹേന്ദ്രൻ അത് അവസാനം ചെന്ന് ചേരുന്നത് രോഗശോകങ്ങളിലാണ്. ഈ 6 ശത്രുക്കൾക്കും കീഴ്പ്പെട്ടു പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അവസാനം ചെന്ന് ചേരുന്നത് രോഗശോകങ്ങളിലാണ്. രോഗത്തിലും ദുഃഖത്തിലും ചെന്ന് അയാൾ അടിപ്പെടുന്നു എന്ന് മഹേന്ദ്രൻ തന്നെ ഇവിടെ ഒരു ഭഗവാനോട് സപ്പോർട്ട് ചെയ്തു. ഭഗവാനെ അതിനോട് അതങ്ങ് കൺഫെഷൻ നടത്തിയിരിക്കുക, ഭഗവാനോട് പറഞ്ഞിരിക്കുക. അപ്പോ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ ഒരു കാര്യം കൂടെ നമ്മുടെ ഈ പ്രസന്റ് സിറ്റുവേഷനിൽ ഉണ്ടായ ആ വാർത്തയെ ഒന്നുകൂടെ അരക്കെട്ട് ഉറപ്പിക്കുന്നതാണ് ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ പറഞ്ഞത്. ശ്രീരാമകൃഷ്ണദേവൻ ഇത് പറഞ്ഞത്, അതായത് 6 ശത്രുക്കളാണ് ഇതിനെല്ലാം കാരണമായി തീരുന്നത് എന്ന് മഹേന്ദ്രൻ പറഞ്ഞപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അതിൽ ഒന്നുകൂടെ ആഡ് ചെയ്തു. എന്താണ് ഇവിടെ ആഡ് ചെയ്തത്? ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, പോരെങ്കിൽ മാനം നേടാനുള്ള വെമ്പൽ, മാനം നേടാനുള്ള വെമ്പൽ. ഈ 6 അവിടെ നിൽക്കട്ടെ, അവസാനം സംഭവിക്കുന്നത് എന്താണ്? മാനം നേടാനുള്ള ആത്മാഭിമാനം അല്ലെങ്കിൽ സ്വന്തം മാനം, നാണക്കേട് ഒഴിവാക്കാനായിട്ട്, സമൂഹത്തിന് മുമ്പിൽ താൻ നാണം കെട്ടു പോകുമോ എന്നുള്ള, ഇത്രയും എല്ലാം സമ്പാദിച്ചെങ്കിലും താൻ സമൂഹത്തിന് മുമ്പിൽ നാണം കെട്ടു പോകുമല്ലോ എന്നുള്ള ഭയം, ആ മാനം രക്ഷിക്കാൻ വേണ്ടി, ആ മാനം രക്ഷിക്കാനുള്ള വെമ്പലിലാണ്, അതായത് ആളുകളുടെ മുമ്പിൽ മാന്യനാകാനുള്ള ആഗ്രഹം. ഇതുകൊണ്ടാണ് പലപ്പോഴും ഈ സംഭവം. ഇതും ഈ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വാർത്തയുടെ ഭാഗമായിട്ട് ഒരുപക്ഷെ അതായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊന്നും ഇതിനകത്ത് ഘടകം വരേണ്ട കാര്യം, ഒരുപക്ഷെ അഭിമാനം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമായിരിക്കാം.
അങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് നമ്മൾ ഈ പറഞ്ഞ വാർത്തയിൽ അങ്ങനെയും ചിന്തിച്ചു വെക്കാം. അഭിമാനം നഷ്ടപ്പെട്ടു പോയിട്ട് പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതാണ് ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്. മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടും ഒരുപക്ഷെ ഇത് ചെയ്തെന്നിരിക്കും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് തന്നെ നേരിട്ട് അറിയാവുന്നതാണ്. എന്നിട്ടോ അപ്പോ മഹേന്ദ്രൻ എന്നിട്ട് അതിനെ അപ്പൊ ഇവർ തമ്മിലുള്ള സംഭാഷണം ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. ഉറക്കമുണർന്ന് എഴുന്നേറ്റ മനുഷ്യനെ പോലെ താൻ ആരെന്നുള്ള ബോധം വരുന്നു. അങ്ങ് ഈശ്വരനുമായി സദാ യുക്തനാണ്. അങ്ങനെ പറയാൻ കാരണം ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചു, ഇത്രയൊക്കെ സംസാരിച്ച സ്ഥിതിക്ക് നീ എന്നെക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നത് എന്നാണ് മഹേന്ദ്രനോട് ചോദിച്ചു. നീ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു? അപ്പോഴാണ് പറഞ്ഞത്, ഉറക്കമുണർന്ന് എഴുന്നേറ്റ മനുഷ്യനെ പോലെ താൻ ആരെന്നുള്ള ബോധം വരുന്നു. അങ്ങ് ഈശ്വരനുമായി സദാ യുക്തനാണ്. ഇവിടെ ഉറക്കമുണർന്ന് എഴുന്നേറ്റ മനുഷ്യനെ പോലെ എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ നമ്മൾ ഒന്നും അറിയുന്നില്ല. മഹേന്ദ്രൻ വളരെ ബുദ്ധിമാനായ സംഭാഷണം നടത്തുന്ന ആളാണ്. വളരെ ആധ്യാത്മികപരമായ അദ്ദേഹത്തിന്റെ ഈ സംഭാഷണം മുഴുവൻ കേൾക്കുമ്പോൾ നമുക്കറിയാം വളരെ അക്യുറേറ്റ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ സംഭാഷണം എന്ന് നമുക്കിവിടെ മനസ്സിലാവും. ഉറക്കമുണർന്ന് എഴുന്നേറ്റ പോലെ എന്ന് പറയുമ്പോൾ ഉറങ്ങുമ്പോൾ നമ്മൾ ഒന്നും അറിയുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ഈ ലോകത്ത് ഉറങ്ങുന്നതിന് സമാനമാണ്. കാര്യം നമുക്കൊന്നും അറിയാൻ വയ്യ. നമ്മൾ ഈ കാണുന്നതോ കേൾക്കുന്നതോ അനുഭവിക്കുന്നതോ ആയ ഒന്നിനെ കുറിച്ചും നമുക്ക് ഒരു ധാരണയുമില്ല. അതിൻ്റെ അർത്ഥം ഉറക്കത്തിലാണ് നമ്മൾ. ഉറങ്ങുമ്പോൾ എന്താണോ നമ്മുടെ അവസ്ഥ, അതാണ് നമ്മൾ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്കുള്ള അനുഭവം. ഉറങ്ങുന്ന ആളൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇതൊന്നും അറിയുന്നില്ല. നമ്മുടെ ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉറങ്ങുന്ന അവസ്ഥയാണ്. അത് ജാഗ്രത അവസ്ഥയല്ല. കാരണം നമ്മൾ ഈ ഉണർന്നിരിക്കുന്നു എന്ന് പറയുന്നതേ ഉള്ളൂ, പക്ഷെ നമ്മൾ ഉറക്കത്തിലാണ്. അതാണ് മഹേന്ദ്രൻ പറഞ്ഞത്, ഉറക്കമുണർന്ന് എഴുന്നേറ്റ മനുഷ്യനെ പോലെ. ഉറക്കമുണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പെട്ടെന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ ആരായിരുന്നു എന്ന്. ഉറങ്ങുമ്പോൾ നമ്മൾ അറിയുന്നില്ല. അപ്പൊ ഉറക്കമുണർന്ന് എഴുന്നേറ്റ് കഴിയുമ്പോഴാണ്, അയ്യോ ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്നടത്താണ് താമസിക്കുന്നത്, എൻ്റെ സ്ഥാനം ഇതാണ്, എൻ്റെ ചുറ്റുപാടുകൾ ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഉണർന്ന് എഴുന്നേറ്റ് കഴിയുമ്പോഴാണ്. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളൊന്നും അറിയുന്നില്ല. ഉറക്കമുണർന്ന് കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ ചിന്തകൾ ഈ നമ്മുടെ അഹംബോധത്തിലേക്കൊക്കെ അപ്പൊ നമ്മൾ നമ്മളെ തിരിച്ചറിയും. ഇവിടെ ശ്രീരാമകൃഷ്ണദേവന്റെ അവസ്ഥ എന്താണ്? ശ്രീരാമകൃഷ്ണദേവനെ കാണുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ആ അഹംബോധത്തിന്റെ ഉണർച്ചയല്ല ഇവിടെ വരുന്നത്. ഉറക്കമുണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ് ഒരാൾ എങ്ങനെയാണോ താൻ ആരാണെന്ന് തിരിച്ചറിയുന്നത് എന്ന പോലെ ശ്രീരാമകൃഷ്ണദേവനെ സംബന്ധിച്ച് മഹേന്ദ്രൻ കാണുന്നത് ഈശ്വരനാണ് എന്ന് സദാ യുക്തനായ ഒരാളായിട്ടാണ്. ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ ഉറക്കം എഴുന്നേറ്റ് വന്ന ഒരു സംസാരിയെ പോലെയല്ല, മറിച്ച് ഉണർന്ന അവസ്ഥയിൽ ശ്രീരാമകൃഷ്ണദേവൻ സദാ ഈശ്വരയുക്തനാണ്. ഉണരുമ്പോൾ നമ്മളാരും ഉണർന്നു കഴിഞ്ഞാൽ ഞാൻ ഉറക്കം കഴിഞ്ഞു എഴുന്നേറ്റു ഞാൻ ഈശ്വരനാണെന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടു എന്നല്ല നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ വീണ്ടും സംസാരിയായിട്ടാണ് ചിന്തിക്കുന്നത്. നമ്മുടെ എല്ലാ അതുവരെ ഉറക്കത്തിൽ നമ്മളുടെ മനസ്സിൽ നിന്ന് നമ്മുടെ ചുമതലയിലോ നമ്മുടെ മനസ്സിലോ ഉണ്ടായിരുന്ന നമ്മുടെ ഭാരമായി നിന്നിരുന്ന എല്ലാം നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോയതാണ് ഉറങ്ങുന്ന സമയത്ത്. ഉറങ്ങി എഴുന്നേറ്റുന്ന നമ്മുടെ ഉള്ളിലേക്ക് ഇതെല്ലാം എഴുന്നേറ്റ് കഴിയുമ്പോൾ ഈ ഭാരം മുഴുവൻ നമ്മുടെ ഉള്ളിലേക്ക് കയറി വരും. ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ ഈശ്വരീയ പുരുഷന്മാരെ സംബന്ധിച്ച് എന്താണ്? അവർ സദാ ഈശ്വരയുക്തരായിട്ടാണ് ഇരിക്കുന്നത്. അവർ സദാ ഈശ്വരയുക്തരാണ്. മുഴുവൻ സമയവും അവർ ഈശ്വരീയ ഭാവത്തിൽ തന്നെയാണ്. ഇപ്പൊ അങ്ങയെ കാണുമ്പോൾ പൂർണ്ണമായും ഈശ്വരീയ ഭാവത്തിലിരിക്കുന്ന ആ ഈശ്വരയുക്ത പുരുഷനെയാണ് താൻ കാണുന്നതെന്ന് മഹേന്ദ്രൻ ശ്രീരാമകൃഷ്ണദേവനോട് ഇവിടെ പറയുന്നതാണ്. അപ്പോഴാണ് ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചത്, നീ എന്നെ സ്വപ്നം കാണാറുണ്ടോ എന്ന് ചോദിച്ചു. മഹേന്ദ്രൻ ഉണ്ട്, പല തവണ. ബ്രഹ്മസമാജത്തിന്റെ ഭാഗമായിരുന്ന സമയത്ത് അതിനുശേഷം ഭഗവാനെ പരിചയപ്പെട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് നിരന്തരം ഭഗവാന്റെ അടുത്ത് വരുന്ന ആളാണ്. അതിന്റെ കാരണം എപ്പോഴും ഭഗവാനെ മാത്രമാണ് സ്വപ്നം കാണുന്നത് മഹേന്ദ്രൻ. അതുകൊണ്ടാണ് ഭഗവാനെ ഇത്ര ബോധത്തോടു കൂടി മനസ്സിലാക്കാൻ പറ്റിയത്.
ഭഗവാനെ കുറിച്ചുള്ള ധാരണ, ഭഗവാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, എങ്ങനെ എന്തെങ്കിലും ഉപദേശം തരുന്നതായി കണ്ടു? അപ്പൊ മഹേന്ദ്രൻ ഇങ്ങനെ മിണ്ടാതിരുന്നു. ശ്രീരാമകൃഷ്ണദേവൻ, ഞാൻ ഉപദേശം തരുന്നതായി കാണുന്നെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് സച്ചിദാനന്ദം തന്നെയാണെന്ന് അറിഞ്ഞുകൊള്ളുക. ഭഗവാന്റെ ആ ഉപദേശം ലഭിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു എങ്കിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിൽ കരുതേണ്ടത് സച്ചിദാനന്ദം തന്നെയാണ് എന്ന്. ഇത് വായിക്കുമ്പോൾ ഇവിടെ മഹേന്ദ്രനില്ല, നമ്മളാണുള്ളത്. ഭഗവാന്റെ ആ സന്നിധാനത്തിൽ ഇരിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് നമ്മൾ ബോധ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആ സച്ചിദാനന്ദ സ്വരൂപത്തിന്റെ മുന്നിലാണ് നമ്മൾ എപ്പോഴും ഇരിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ദുരന്തങ്ങൾ ഒരിക്കലും നമ്മെ തേടി വരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ അധ്യായം പൂർണ്ണമാകുന്നത്. ബാക്കി നമുക്കിനി അടുത്ത ഭാഗം, കഴിഞ്ഞ ഭാഗത്തിൻ്റെ കുറച്ച് ഭാഗം ഉണ്ടായിരുന്നു, പക്ഷെ അതും പറയാൻ പറ്റിയില്ല. എന്നാലും നമുക്കിത് ഇനി അടുത്ത തവണ പറ്റിയാൽ അതുകൂടെ ഒന്ന് ചേർത്ത് പറയാൻ നോക്കാം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ 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 നമസ്തേ. അതെ അതെ, കൃത്യമായി ആ ഭാഗം വന്നപ്പോ അയ്യോ, അതെ 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 അതെ. മറ്റൊരു സംഗതിയുണ്ട് സാർ. പറഞ്ഞോളൂ. നമ്മളെല്ലാം ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം ഈ വീടിന്റെ വാതിക്കൽ എഴുതി വെക്കും, ഈ ഭവനത്തിന്റെ കൃഷ്ണനാണ്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു വിചാരം ഒരിക്കലില്ല, നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഒരിക്കലും കാര്യം നമ്മൾ അകർത്താവായി ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. നമ്മളെ ചിന്തിക്കില്ല. അത് വായിക്കുമ്പോ എനിക്ക് തോന്നുന്നത് ഈ ടാക്സ് പിരിക്കാൻ വരുന്നവരെ പറ്റിക്കാൻ ഞാനല്ല എന്നുള്ള ആ ഒരു ഭാഗം. അല്ല, നമ്മളിത് ഫ്രെയിം ചെയ്ത് വെക്കാനേ നമുക്ക് പറ്റുള്ളൂ. നമ്മളിത് വെറുതെ ഫ്രെയിം, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇതുപോലെ ഫ്രെയിം ചെയ്ത് വെക്കാൻ, ഈശ്വരന്റെ ചിത്രമാണെങ്കിലും എല്ലാം ഫ്രെയിം ചെയ്ത് വെക്കലാണ് നമ്മുടെ പണി. അത് നമ്മിലേക്ക് അത് എത്തിക്കുന്നില്ല, ആ ഫ്രെയിമിനുള്ളിൽ നിൽക്കും അത് അവസാനം വരെ. അതാണ് പറ്റുന്നത്. അല്ല, ഭഗവാൻ ഇതേ ഓരോ നമ്മുടെ ഇപ്പോഴത്തെ ഈ കറന്റ് സിറ്റുവേഷനിൽ വരുന്ന ഓരോ സന്ദർഭങ്ങളും എത്ര കൃത്യമായിട്ടാണ് ഇതിന്റെ ഓരോ ഭാഗത്തും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുകയാണ്. 200 വർഷം മുമ്പ് പറഞ്ഞ ഈ കാര്യങ്ങൾ ഇപ്പോഴും ഇത് റിലവന്റാണ്. ഇതിന്റെ ഓരോ ഓരോ ഭാഗം റിലവന്റാണ്. അതെ, അതായത് വായിച്ചപ്പോ ആദ്യം വന്നതാണ്. ഞാൻ ആ പണം കൊണ്ട് എന്ത് കിട്ടും എന്ന് ചോദിച്ചപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് ആ ചിന്തയാ പോയത്. കാര്യം ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇത് കേട്ടോണ്ടിരിക്കുക അത്ഭുതത്തോടു കൂടി. അതെ 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 അതെ. എന്നാലും ഇത് 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 ചിന്തിക്കില്ല. ഇതുപോലെ ഇതിനു മുമ്പ് ഞാൻ ഇതേ അനുഭവം എനിക്ക് ഇതേപോലെ തോന്നിയ ഒരാള് രാജൻ പിള്ളയാണ്, ബ്രിട്ടാനിയ. ഒരു ജലൂസിൽ, അതായത് വെറും അന്ന് 50 പൈസയുള്ള ഒരു ജലൂസിൽ അയാൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ രക്ഷപ്പെട്ടു പോയെന്നാണ് പറയുന്നത്. 50 പൈസയുടെ ജലൂസിൽ, ഏത് വലിയ സാമ്രാജ്യം കെട്ടിപ്പടിച്ച ആളാണ്. തിഹാർ ജയിലിൽ ഒരു 50 പൈസയുടെ ജലൂസിലും കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്ന ആള് ആ ചൗക്കീദാർ അത് കൊടുത്തില്ല. അപ്പൊ ആലോചിച്ചു, ഇത് അന്നും ഇത് എത്രയോ കാലങ്ങൾക്ക് ശേഷം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഉദാഹരണങ്ങൾ. അതാണ്. എന്നാലും നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ബോധമില്ല, ഒരു ബോധം. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഭാരതത്തിലെ യക്ഷപ്രശ്നത്തിലെ അന്യഹനി ഭൂതാനി ഗച്ഛന്തി യമമന്ദിരം ശേഷാത് സ്ഥിരത്വം വിച്ഛന്തിക്കുമാശ്ചര്യവദത്തിലെന്ന് യുധിഷ്ഠിരൻ യക്ഷനോട് പറയുന്നത്. എല്ലാരും മരിച്ച് പോകുന്ന അറിയാമെങ്കിലും നമ്മൾ മരിക്കത്തില്ല, നമ്മെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്.
അത് MT വാസുദേവൻ നായർ ഒരിക്കൽ പറഞ്ഞു. MT വാസുദേവൻ നായർ സുഖമില്ലാതെ മുൻപ് കിടന്ന സന്ദർഭത്തിൽ ആശുപത്രിയിൽ വരുന്നവരോട് വലിയ താല്പര്യം കാണിച്ചില്ല. അപ്പോൾ MT വാസുദേവൻ നായരോട് ചോദിച്ചു, ഇങ്ങനെ അന്വേഷിച്ച് വരുന്നവരോട് എന്താണ് ഇങ്ങനെ താല്പര്യം കാണിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ MT പറഞ്ഞൊരു വാചകം, തനിക്കിത് വന്നില്ലല്ലോ എന്നുള്ള ആശ്വാസത്തിലാണ് ഓരോരുത്തർ വരുന്നത്. അല്ലാതെ MTയോടുള്ള ഇതല്ല, എനിക്കിങ്ങനെ വന്നില്ലല്ലോ എന്ന ആശ്വാസത്തിനാണ് ആളുകൾ ഈ വരുന്നത്. യഥാർത്ഥത്തിൽ ശരിയല്ല. നമ്മൾ ഒരു രോഗിയെ അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് ആ രോഗിയോടല്ല, എനിക്കിത് വന്നില്ലല്ലോ, ഞാൻ ആരോഗ്യത്തോടു കൂടി നടക്കുന്നല്ലോ എന്ന നമ്മുടെ ബോധമാണ് ശരിക്കും. പക്ഷെ ആശുപത്രിയിലൊക്കെ ചെന്ന് കാണുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളെ അവിടെ സങ്കല്പിക്കാറുണ്ടെന്നായിരുന്നു. മരണത്തിനില്ല. വയ്യാതെ കിടക്കും, നമ്മൾക്കിത് വന്നെങ്കിലോ എന്നുള്ളൊരു ഭയമുണ്ട്. പക്ഷെ ഇപ്പോൾ എനിക്കിത് വന്നില്ലല്ലോ, അതാണ്, എനിക്കിത് വന്നില്ലല്ലോ. വരുമായിരിക്കാം, പക്ഷെ വരും എന്നുള്ള ആ ബോധം നമുക്കില്ലല്ലോ. നമസ്കാരം.